ആഷിക്ക് തുടരുന്നുണ്ട്. ആഷിക്ക് വലിയ തോതിൽ നാട്ടുകാരുടെ പ്രതിഷേധം തന്നെയാണ് അവിടെ കാണാൻ കഴിയുന്നത്. അവർക്ക് നിത്യവൃത്തിക്കുള്ള കാശ് പോലും കിട്ടുന്നില്ല. ധനസഹായമടക്കം പ്രഖ്യാപിച്ചിട്ടും അത് കയ്യിൽ കിട്ടാത്ത സാഹചര്യമാണിപ്പോൾ ഈ പ്രതിഷേധത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഈ ശക്തമായ മഴയിലും പണിക്ക് പോകേണ്ടി വന്നത് എന്നുള്ളത് അവിടെ നിന്നുള്ള ചേച്ചിമാരടക്കം നമ്മളോട് വിശദീകരിക്കുകയാണ്. അത്യന്തം സങ്കടകരമായ ഒരു സ്ഥിതി തന്നെയാണല്ലേ അവിടെ ഉള്ളവർക്ക്. ലക്ഷ്മി, തീർച്ചയായും അതാണ് ഇവർ നേരത്തെ പറഞ്ഞത്. അത് ഈ ദിവസവേതനം പോലും കിട്ടുന്നില്ല. അത് പലർക്കും 9,000 രൂപ കിട്ടിയിരുന്ന ഇത്തരത്തിൽ പോകേണ്ടിയില്ല. ഞങ്ങൾ ഈ ഇല്ലാണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. എങ്ങനെ ഞങ്ങൾ ജീവിക്കൂ? ഇവിടെ പണിയില്ല. ഞങ്ങൾക്ക് പണിക്ക് പോകും. വില്ലേജ് ഓഫീസർ പറഞ്ഞതാണ് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് പണിയില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഞങ്ങൾക്ക് 9,000 ഞങ്ങൾക്ക് കയറുന്നില്ല. ഒരു വാടകയ്ക്ക് പോയാലും വാടക പൈസ ഇല്ല. ഞങ്ങൾ എങ്ങനെ ജീവിക്കൂ? അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് കുടുങ്ങിയതാണ്. വെള്ളം മൊത്തത്തിൽ വെള്ളമാണ്. ഞാൻ ഇങ്ങോട്ട് വണ്ടി കൊണ്ടിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് ആക്കി വിട്ടതാണ്. ഞങ്ങൾ എന്ത് ചെയ്യും? എങ്ങനെ ജീവിക്കും ഞങ്ങൾ ഈ നാട്ടില്? നിങ്ങളൊന്ന് പറയും. ഞങ്ങൾക്ക് ഒന്നും തരുന്നില്ല. ഗവൺമെന്റ് ഒന്നും ഒരു ഭാഗത്തുനിന്നും ഞങ്ങൾക്ക് ഒരു ഇതും ഇല്ല. ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് എന്താ അപ്പുറത്തേക്ക് പോകാൻ നോക്കാണോ? എങ്ങോട്ട്? ഞങ്ങൾ ഇങ്ങോട്ടാണ് പോകേണ്ടത്. അവിടെ നിന്ന് ഇപ്പൊ ഇങ്ങോട്ട് വന്നതാണ്. ലക്ഷ്മി, നിരവധി ആളുകൾ ഇത്തരത്തിൽ പോലീസുമായി അടക്കം സംസാരിക്കുന്നുണ്ട്. കാരണം ഈ പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ച ഇവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അത് ദിവസവേതനവും അതുപോലെ മാസവാടകയും പോലും മുടങ്ങിയിട്ട് മാസങ്ങളായി. എന്നിട്ട് പോലും പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വെള്ളം വരാൻ കാരണം. പൊട്ടിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ആകൂലായിരുന്നു. ഇപ്പൊ പരന്നു ഒഴുകാണ്. പൊട്ടിയതാണ് ഇപ്പൊ ഇവിടെ. ചെറിയ രീതിയിൽ ഉരുൾപൊട്ടില്ല എന്നൊരു സംശയം പോലും ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. കാരണം അത് ഉരുൾപൊട്ടലിനെ സൂചിപ്പിക്കുന്നു. ഒരാഴ്ച എവിടെങ്കിലും പോയി നിൽക്കൂലേ? ഒരു ആനുകൂല്യം ഞങ്ങൾക്ക് വാടക അവർ തരണ്ട. ഈ 9,000 ഞങ്ങൾക്ക് ഈ 3 മാസം തന്നാ ഈ മഴയത്ത് ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോയി നിന്നൂടെ? ഈ പണിക്ക് ഞങ്ങൾക്ക് ഒരു നിവർത്തിയില്ലാത്തോണ്ടാണ് ഞങ്ങൾ പോണത്. ഒരു ആനുകൂല്യം മാത്രം ഞങ്ങൾ ചോദിക്കണുള്ളൂ. മുടങ്ങിയിട്ട് പിന്നെ ആ ഫസ്റ്റ് വന്ന 3 മാസം മാത്രമേ തന്നിട്ടുള്ളൂ. 100 വട്ടം കലക്ടറേറ്റിൽ അവിടെ ഇവിടെ ഞങ്ങൾ കയറി ഇറങ്ങി. ഞങ്ങൾക്ക് അവർ ഈ ആനുകൂല്യം തരുന്നില്ല. പുനഃസ്ഥാപിച്ചപ്പോഴും കിട്ടിയില്ല. അന്ന് കിട്ടിയിരുന്നു. ആ 3 മാസം തന്നുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് തന്നിട്ടില്ല. എവിടുന്നെങ്കിലും ഞങ്ങൾ സേഫ്റ്റിയാണ്. ഞങ്ങൾക്ക് സേഫ്റ്റിയാണ്. പൊട്ടുവോ? അവർക്ക് അറിയില്ല. അത് പൊട്ടുന്ന അവർക്ക് അറിയില്ലേ? അവർ പറഞ്ഞു ഞങ്ങൾ സേഫ്റ്റിയാണെന്നാണ് പറയുന്നത്. അതായത് സുരക്ഷ മേഖലയാണെന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾ സുരക്ഷ മേഖലയാണെന്ന് അറിഞ്ഞോ? സുരക്ഷിത മേഖലയാണ്. ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല. അമ്പലത്തൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞത്. സർക്കാരിന്റെ 10,000 ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടിലാണ് പണിക്ക് വരുന്നത്. ലക്ഷ്മിമ, ഇതാണ് ഇവർ പറയുന്നത്. ഇവർക്ക് ഈ പ്രദേശം നമുക്കറിയാവുന്ന ദുരന്ത മേഖലയാണ്. അവിടെ ഇത്തരത്തിൽ ജോലി ചെയ്യാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ട് പോലും ഇത് സുരക്ഷിത മേഖലയാണെന്ന് അവർ അറിയിച്ചു. ഇവർക്ക് ദിവസവേതനവും വാടക പോലും കിട്ടുന്നില്ല. ഇതാണ് ഇവർ ഇത്തരത്തിൽ നിർബന്ധിതമായി ജോലിക്ക് പോലും പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയത്. ഇത്തരത്തിൽ ദുർഘടമായ സ്ഥലത്ത് വലിയ രീതിയിൽ സുരക്ഷ ഭീഷണി നിൽക്കുന്ന സ്ഥലത്ത് പോലും ജോലി ചെയ്യേണ്ടി വന്നത് ഇത്തരത്തിൽ ആനുകൂല്യങ്ങൾ ലഭിക്കാത്തത് മൂലമാണെന്നാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇവിടെ വരേണ്ടത് ഞങ്ങളെ ദുരിതം അവർ കാണണം. ഇത് പൊട്ടൂല പറഞ്ഞു. പൊട്ടിയില്ലേ? ഇനി ഞങ്ങൾ എങ്ങനെ ജീവിക്കോടെ? ഞങ്ങൾക്കെല്ലാം സേഫാണ്. ഞങ്ങൾ നേരം പോലത്തെ ചാക്ക് കെട്ടി വരുന്നത് ഞങ്ങളൊരു വയറിനും വേണ്ടിയിട്ടാണ്. അറിയോ? ഞങ്ങളൊക്കെ സേഫാണ് ഇവിടെ അല്ലേ? ഞങ്ങൾ സേഫ്റ്റിയാണെന്ന് കേറ്റാത്തത്. ഞങ്ങൾ സേഫ്റ്റി ആണെങ്കിൽ ഇങ്ങനെ പണിക്ക് പോയിട്ട് ജീവിക്കേണ്ട ആവശ്യമില്ലല്ലോ. റവന്യൂ മന്ത്രി 10-11-12 വാർഡുകൾക്ക് ദിവസവേതനം 300 രൂപ 9 മാസം പ്രഖ്യാപിച്ചത് വില്ലേജ് ഓഫീസർ ഇല്ലാതാക്കി. ഞങ്ങൾ സുരക്ഷിതാണ് പറഞ്ഞു. ഞങ്ങൾ സുരക്ഷിതാണ്. ഞങ്ങൾ ഇന്ന് ഈ മഴയത്ത് പണിക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? ഇന്ന് വണ്ടി വിളിച്ച് കൂടപ്പുറപ്പുള്ള ഞങ്ങൾ പേടിച്ച് കൂട്ടിക്കൊണ്ടുവന്നു. അതറിയോ? അപ്പൊ ഞങ്ങൾക്ക് എന്ത് ജീവിത സുരക്ഷിതമുള്ളത്? അപ്പൊ ഞങ്ങൾ ഇവിടെ കിടന്ന് മരിക്കാൻ വരെ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട്. നാളെ ജോലിക്ക് എന്ത് ചെയ്യും? നാളെ ഞങ്ങൾക്ക് ജോലി ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഇനി ഇത് ഈ ഉരുളോട്ടിയ സ്ഥിതിക്ക് ഞങ്ങൾക്ക് നാളത്തെ ജോലിയില്ല. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളെ കൂടെ പണിയെടുക്കുന്ന ആൾക്കാർ അവർ എന്ത് കലക്ടർ എന്തിന് മന്ത്രിമാർ മറ്റുള്ളവരെ മുടക്കണെന്തിനാണ്? അത് ഞങ്ങൾക്ക് തന്നൂടെ? ഞങ്ങൾ ഈ വെള്ളത്തിൽ കലക്കി വിടുന്നത് എന്തുകൊണ്ട് ജനങ്ങൾക്ക് തന്നൂടാ? ഞങ്ങൾ ഇങ്ങോട്ട് വരുവോ പണിക്ക്? ഈ മാർഗണ്ടേ വരൂലായിരുന്നു. കാലത്തിന്റെ അപ്പുറം ഞങ്ങൾ പണിക്ക് പോകില്ലായിരുന്നു. തന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് പണി. ലക്ഷ്മി, ഇവർ ഉന്നയിക്കുന്നതിൽ ന്യായമായ കാര്യങ്ങളുണ്ടെന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഈ ഒരു മേഖലയായിട്ട് 12 വില്ലേജ് ഓഫീസർ ഇവിടുത്തെ ഇവർക്കുള്ള സഹായം മുടക്കി എന്നുള്ളതാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് ഇത്തരത്തിൽ ഈ ദുരന്ത മേഖലയിൽ പോയി തന്നെ ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നത്. അതാണ് ഇവർക്ക് ഇരിച്ചത്. അതിന് പ്രതിഷേധത്തിലൊക്കെ തീരുമാനം പ്രധാനങ്ങളുടെ കാര്യമായി ഇവർ പറയുന്നത്. എന്നാൽ കാര്യമായി ഇവർ പറയുന്നത് എന്തായാലും പോണത് കയറെടുത്തിട്ട് നിങ്ങളെ ജീവൻ പോയാൽ പോട്ടെ. അങ്ങോട്ട് പോട്ടെ.
എന്തായാലും വലിയ വൈകാരികമായാണ് പലരും സംസാരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത്തരത്തിൽ വലിയ ദുരന്തമാണ് ഇവർക്ക് ഏർപ്പെട്ടിട്ടുള്ളത്. അത് ഇത്തരത്തിൽ ജോലിക്ക് പോലും കഴിയാത്ത രീതിയിൽ വെള്ളം കയറി നേരത്തെ തന്നെ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഇപ്പോൾ പുന്നപ്പുഴ കുത്തി ഒഴുകുന്നതാണ് നമ്മളിപ്പോൾ ഈ ഒരു ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ പ്രദേശത്ത് കൂടി കടന്നു വേണം ഇവർ ഇത്തരത്തിൽ ജോലിക്ക് പോകാൻ. തോട്ടമേഖലയാണ് അപ്പുറത്ത് കാണുന്നത്. ആ മേഖലയിലേക്കാണ് ഇവർ ഇത്തരത്തിൽ ഈ പുഴ കടന്ന് നമുക്കൊരു ജീപ്പ് ദൃശ്യങ്ങളിൽ കടന്നു വരാൻ കഴിയുന്നത് മനസ്സിലാക്കണമെന്ന് തോന്നുന്നു. ആ ജീപ്പ് വരുന്ന സമയത്ത് പോലും അതിൻ്റെ താഴ്ഭാഗം ടയർ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിൽ കുത്തിയൊലിച്ച് വെള്ളം ഒഴുകുന്ന ഈ പ്രദേശത്ത് കൂടി നടന്നു വേണം ഇവർ ഇത്തരത്തിൽ ജോലി സ്ഥലത്തേക്ക് പോകാൻ. ആ ജോലി ഇത്തരത്തിൽ ദുരന്ത മേഖലയായിട്ട് തങ്ങൾക്ക് കൃത്യമായി ധനസഹായവും വീട്ടുവാടകയും നൽകിയിരുന്നെങ്കിൽ തങ്ങൾക്ക് ജോലിക്ക് പോകേണ്ടി വരില്ല എന്നുള്ളതാണ് അവർ പ്രധാനമായും പറയുന്നത്. ഇത്തരത്തിൽ വലിയ ദുരന്ത മേഖലയായിട്ട് പോയി തങ്ങളെ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു ദുരന്തത്തിന് വിട്ടുകൊടുത്തു, അല്ലെങ്കിൽ ഈ ദുരന്ത മേഖലയ്ക്ക് തങ്ങളെ എന്തുകൊണ്ട് പണിക്ക് വിട്ടു എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്നത്. അത് ന്യായമായും അവർ ഉന്നയിക്കുന്നതാണ്. കാരണം എല്ലാവർക്കും ആനുകൂല്യവും വീട്ടുവാടകയും നൽകുമെന്ന് അറിയിച്ചിട്ട് പോലും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇവർക്ക് പലർക്കും ഈ മുണ്ടക്കൈ പ്രദേശത്ത് താമസിക്കുന്ന പലർക്കും ഇത്തരത്തിൽ സഹായം കിട്ടിയിട്ടില്ല. അതാണ് ഇവരുടെ ഒരു പ്രതിഷേധത്തിന് കാരണം. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ഇതാണ് പുന്നപ്പുഴ. പുന്നപ്പുഴയിൽ നമുക്ക് ആ ഭാഗത്ത് കാണുന്നതാണ് അട്ടമ്പല മുണ്ടക്കൈ റോഡ്. ആ റോഡിലേക്ക് പൂർണ്ണമായും വെള്ളം കയറിക്കൊണ്ട് വെള്ളം കുത്തിയൊലിച്ച് പോകുന്ന ഒരു ദൃശ്യം നമുക്ക് കാണാം. പാറക്കല്ലുകളടക്കം നേരത്തെ ദുരന്തത്തിന്റെ ഭാഗമായുള്ള പാറക്കല്ലുകളടക്കം ഇവിടെ കൂടി നിൽക്കുന്നത് കാണാം. ഈ പ്രദേശത്ത് കൂടി വേണം നമുക്ക് മുകളിൽ കാണുന്ന ടോട്ടൽ മേഖലയിലേക്ക് ഈ തൊഴിലാളികൾ ജോലിക്ക് പോകാൻ. അങ്ങനെ 100ഓളം തൊഴിലാളികൾ ഈ ശക്തമായ മഴയുണ്ടായിട്ട് പോലും ഇവർക്ക് ജോലിക്ക് പോകേണ്ടി വന്നു. അത് മഴ കൂടിയാൽ തിരിച്ചു പോകാമെന്നാണ് ഇവിടേക്കുള്ള തൊഴിലാളികളടക്കം അറിയിച്ചത്. ആ പ്രദേശത്തേക്ക് ജോലി പോകേണ്ടി വന്ന സമയത്താണ് മഴ ശക്തമാവുകയും ഈ റോഡ് മുങ്ങിയതിനാൽ തന്നെ അവർക്ക് ഇപ്പോൾ ഇവിടെ അല്പസമയം കുടുങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്.